ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും മേക്കപ്പിൻ്റെ ചാനലിൽ കുക്കിങ്ങിന് എന്താ കാര്യമെന്ന്. നിങ്ങൾക്ക് ചാനൽ മാറിപ്പോയിട്ടില്ല. ഹായ്, ദിസ് ഇസ് അബീദ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പോൾ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത്. എനിക്ക് മേക്കപ്പ് മാത്രമല്ല, കുറച്ച് ക്രാഫ്റ്റ് പരിപാടി, കുക്കിങ്ങൊക്കെ ഇഷ്ടമാണ്. റെസിപ്പി ഞാൻ പറയുന്ന കൂട്ടത്തിൽ തന്നെ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. എൻ്റെ നാട് കണ്ണൂരാണ്. കണ്ണൂരാരി എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ തലശ്ശേരിക്കാരി എന്ന് പറയാനാണ് എനിക്കിഷ്ടം. മനസ്സുകൊണ്ട് ഞാൻ തലശ്ശേരിക്കാരി ആണെങ്കിലും ഞാനും തലശ്ശേരിയും തമ്മിലൊരു 4-5 വർഷത്തിൻ്റെ അന്തരമുണ്ട്. 2018 കഴിഞ്ഞിട്ട് PG പഠിക്കാൻ വേണ്ടി കോയമ്പത്തൂരേക്ക് വണ്ടി കയറിയപ്പോൾ തൊട്ട് ഇപ്പം നിങ്ങളോട് ഈ സംസാരിക്കുന്നത് വരെ ഞാൻ തലശ്ശേരിയിൽ താമസിച്ചത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നാടിനെയും അറിയാത്തൊരവസ്ഥയായിട്ടുണ്ട്. പറഞ്ഞു ഞാൻ എവിടെ എത്തി. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നമ്മളിപ്പോൾ എൻ്റെ ഒരു വേർഷൻ ഓഫ് പെട്ടെന്നുള്ള തട്ടിക്കൂട്ട് ഇറച്ചിച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കഴുകി വൃത്തിയാക്കിയ ഒരു 1/2 കിലോ ചിക്കനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉപ്പും കുരുമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിൽ വിസിലിന് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് മസാലക്കുള്ള ബാക്കിയുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ അരിഞ്ഞെടുക്കാം. ഇവിടെ ഞാനിപ്പോൾ 1/2 കിലോ ചിക്കന് വേണ്ടിയിട്ട് 2 വലിയ ഉള്ളിയും 4-5 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പച്ചമുളക് ഞാനിവിടെ ഒരു 2-3 എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവിനും നിങ്ങളുടെ എരിവിനും അനുസരിച്ചിട്ട് പച്ചമുളക് നോക്കിയിട്ട് എടുത്താൽ മതി. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഞാൻ ചെറുതായിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് പരിചയപ്പെടുത്തൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാനിപ്പോൾ താമസിക്കുന്ന ഉടുപ്പിയിലാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അവിടെ വെച്ച് തന്നെയാണ്. ഇവിടെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആണുള്ളത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 3 വർഷമായി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാനും തലശ്ശേരിയും തമ്മിൽ എന്താണ് ഇത്രയും അന്തരമെന്ന്. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം. പാൻ ചൂടായി കഴിയുമ്പം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളകും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. നമ്മുടെ തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കിയ ശേഷം ഉള്ളി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു ഏലക്ക, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. അരപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ പെരിഞ്ജീരകവും കൂടെ നമുക്ക് മിക്സിയിലൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോരുത്, ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് മസാലയിലേക്ക് ഇടാനുള്ള ചിക്കൻ ബോണ് മാറ്റിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതൊക്കെ ചെയ്യുന്നതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉള്ളി വഴറ്റി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും മസാലകൾ ചേർത്ത ശേഷം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കുക. മസാല നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ള തക്കാളി അരിഞ്ഞെടുക്കാം. 1 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നവരെ വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്തതായതുകൊണ്ട് തന്നെ ചേർത്തിരിക്കുന്ന അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടി അടച്ച് വെച്ച് 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുത്തരിച്ചോറാണ് ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൈസിനായിട്ട് ബസ്മതി അരിയോ ജീരകശാല അരിയോ ഉപയോഗിക്കാവുന്നതാണ്. ജീരകശാല അരിയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. റൈസും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത്. ലാസ്റ്റായിട്ട് നമുക്ക് നെയ്യിൽ കുറച്ച് ഉള്ളിയും കൂടെ വഴറ്റിയിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഇറച്ചിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഉള്ളി കാരമലൈസ് ചെയ്തതും ആ മസാലയും കൂടെ കഴിക്കുമ്പോണ്ടല്ലോ, അയ്യോ. അപ്പം ഞാൻ ഇതൊന്ന് കഴിച്ച് തീർക്കട്ടെ. നിങ്ങൾ നോക്കി കൊതി വരാണ്ട് വേഗം പോയിട്ട് ഉണ്ടാക്കി വെക്കുക. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ വീഡിയോസും മേക്കപ്പ് വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം. ഓക്കെ, ബൈ.